റിക്കിൾസ് ഒരു ചെയർ എടുത്ത് ആ ഡോർ തകർക്കാൻ നോക്കുമ്പോൾ ചെയറാണ് തവിട് പൊടിയാകുന്നത്. അതൊരു ട്രാപ്പ് തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന റിക്കിൾസ് അവന്റെ ഗൺ വെച്ചിരുന്ന സ്ഥലത്തേക്ക് ഓടുന്നു. അവൻ പ്രതീക്ഷിച്ച പോലെ അവന്റെ ഗൺ മിസ്സിംഗ് ആയിരുന്നു. ഇനി അത് വാൾഡസ് ആണെങ്കിൽ അവൻ ഉറപ്പായും ഇതിനോടകം അബിഗേലിനെ കാണാൻ മുറിയിലെത്തിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന ജോയ് ഉടനെ കുട്ടിയുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ കഥയാകെ മാറുകയാണ്. ജോയ് വളരെ സ്നേഹത്തോടെ അബിഗേലിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് അത് പറഞ്ഞാൽ ആ ചേട്ടൻ അവളെ ഉപദ്രവിക്കുമെന്നാണ്. അതായത് അബിഗേൽ പറയുന്നത് കണ്ണട ചേട്ടനെ കുറിച്ചാണ്. ഇവരുടെ ടീമിലെ ഫ്രാങ്ക് അബിഗേലിന്റെ അച്ഛന് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണെന്നും അയാളുടെ ശരിക്കുമുള്ള പേര് വാൾഡസ് എന്നാണെന്നുമാണ് അയാൾ അബിഗേലിനോട് പറഞ്ഞതത്രേ. അത് കേട്ടതും ജോയ് പാനിക് ആകുന്നു. അപ്പോൾ തന്നെ റിക്കിൾസും ജോയിയെ കാണാൻ പുറത്തു തന്നെ നിന്നിരുന്നു. അവൻ തന്റെ റൈഫിൾ പോയ കാര്യം പറയുമ്പോൾ ഫ്രാങ്ക് ആണ് വാൾഡസ് എന്ന കാര്യം ജോയിയും പറയുന്നു. അക്കാര്യത്തിൽ റിക്കിൾസിന് കുറെ സംശയങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഫ്രാങ്കും ലാംബർട്ടും ചേർന്ന് അധികാരം പിടിച്ചടക്കാൻ നോക്കുന്നതാണെന്നുള്ള പോയിന്റിൽ അവരെത്തുകയാണ്. ഇവിടെ ഫ്രാങ്കിനെ മാറ്റി നിർത്തിയാൽ മറ്റു രണ്ടുപേരും കണക്കാണെന്ന് പറഞ്ഞ് ആർമിയിലുണ്ടായിരുന്ന റിക്കിൾസും മിലിറ്ററി മെഡിക്കൽസിലുണ്ടായിരുന്ന ജോയും ഒരുമിച്ച് നിൽക്കുന്നു. ഫ്രാങ്കാണ് ഇതിന് പിന്നിലെങ്കിൽ ഒരുമിച്ച് നിന്ന് രക്ഷപ്പെടാമെന്ന് അവർ തീരുമാനിക്കുന്നു. മാത്രമല്ല ജോയ്ക്കൊരു കുഞ്ഞുണ്ടെന്നറിയുന്ന റിക്കിൾസ് ഉറപ്പായും ജോയ് അവളുടെ വീട്ടിലെത്തുമെന്ന് അവൾക്ക് വാക്കു കൊടുക്കുന്നു. അതും പറഞ്ഞ് അവർ രണ്ടു വഴിക്ക് നീങ്ങുന്നു. പെട്ടെന്ന് തന്നെ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന ജോയ് കാണുന്നത് പുറംതിരിഞ്ഞ് അനങ്ങാതെ നിൽക്കുന്ന റിക്കിൾസിനെയാണ്. അവൾ അവനെ വിളിക്കുമ്പോഴും ഒരു മറുപടിയും കിട്ടുന്നില്ല. എന്താണ് അവന് സംഭവിച്ചതെന്നറിയാൻ അടുത്തേക്ക് ചെല്ലുന്ന ജോയ് കാണുന്നത് എന്തോ മുഖത്തും കഴുത്തിലും ആക്രമിച്ചതുപോലെ വികൃതമായി കാണുന്ന ലാംബർട്ടിനെയായിരുന്നു. അത് കണ്ടവൾ പേടിച്ച് സ്റ്റെക്കായി നിൽക്കുമ്പോൾ അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്ന അയാളുടെ ശരീരം അവളുടെ ദേഹത്തേക്ക് ചായുന്നു. ഇതും കൂടിയായപ്പോൾ ജോയ് ധൈര്യം സംഭരിച്ച് തന്റെ തോക്കുമെടുത്ത് സാമിയുടെ അടുത്തേക്ക് ചെന്ന് ഫ്രാങ്കിനെ അന്വേഷിക്കുന്നു. സാമിയുടെ നേരെ തോക്ക് ചൂണ്ടല് എന്ന് ഇത് കണ്ട് മഹാമനസ്കതയുള്ള പീറ്റർ ചേട്ടൻ ആജ്ഞാപിക്കുമ്പോൾ ജോയ് ആ തോക്ക് പീറ്ററിന് നേരെ ചൂണ്ടുകയാണ്. എന്നിട്ട് ഫ്രാങ്ക് എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് ഫ്രാങ്ക് വരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും എന്തിനാ എല്ലാവരെയും കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ജോയ് ചോദിക്കുമ്പോൾ ഫ്രാങ്ക് അതിവിദഗ്ധമായി അവളുടെ ശ്രദ്ധ തിരിച്ച് തന്റെ തോക്കെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടുന്നു. സംഭവം എന്താണെന്നറിയില്ലെങ്കിലും ജോയ് എങ്ങാനും ഷൂട്ട് ചെയ്താൽ ഒരു പ്രിക്കോഷൻ എന്ന രീതിക്കാണ് അയാൾ തോക്കെടുത്തത്. ഇതൊക്കെ നടക്കുമ്പോഴും പീറ്ററിന്റെ മണ്ടത്തരത്തിന് ഒരു കുറവുമില്ലട്ടോ. ഇവളെന്താ പറയുന്നതെന്ന് മനസ്സിലായോ എന്ന് ഫ്രാങ്ക് ചോദിക്കുമ്പോൾ അക്ഷരം തെറ്റാതെ ജോയ് പറഞ്ഞ അതേ കാര്യം മച്ചൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോ പുള്ളി പറഞ്ഞിട്ട് വേണമല്ലോ നമ്മളറിയാൻ. അപ്പോൾ ജോയ് വളരെ വ്യക്തമായി മനസ്സിലുള്ള കാര്യം ചോദിക്കുന്നു. അതായത് ഫ്രാങ്ക് തന്നെയല്ലേ വാൾഡസ് എന്നത്? മാത്രമല്ല ഫ്രാങ്ക് അല്ലേ റിക്കിൾസിനെയും ഡാനിയലിനെയും കൊന്നതെന്ന്? അവളത് ചോദിക്കുമ്പോഴാണ് റിക്കിൾസ് മരിച്ച വിവരം അവരെല്ലാവരും അറിയുന്നത്. എന്തായാലും ജോയ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്രാങ്ക് നിഷേധിക്കുകയാണ്. പോരാത്തതിന് ആ കൊച്ചു പറയുന്നതെല്ലാം വിശ്വസിക്കാൻ നീ മണ്ടിയാണെന്ന് ചോദിച്ച് അവൻ അവളെ കളിയാക്കുന്നുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അബിഗേലിനെ ജോയ് പൂർണ്ണമായും വിശ്വസിക്കുമെന്നതിൽ അവൾ ഉറച്ചു നിൽക്കുമ്പോൾ ആ കൊച്ചിനെ ഒന്ന് കുടഞ്ഞാൽ എല്ലാം വ്യക്തമാകുമെന്ന് പറഞ്ഞ് ഫ്രാങ്ക് അതിനായി പീറ്ററിനെ വിടുന്നു. അത് തടയാൻ വേണ്ടി പുറകെ നമ്മുടെ ജോയും പോകുന്നുണ്ട്. ശേഷം അബിഗേലിന്റെ മുറിയിലെത്തുന്ന പീറ്റർ കുട്ടിക്ക് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ അവളെ രക്ഷിക്കാൻ ജോയ് എത്തുന്നു. അവർ തമ്മിൽ കയ്യാങ്കളി ആകുമ്പോഴേക്കും പുറകെ തോക്കുമായി ഫ്രാങ്കും വരുന്നു. കൂടെ സാമിയുമുണ്ട്. അപ്പോഴും ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ച് അബിഗേൽ അവിടെ പേടിച്ച് കരയുകയാണ്. അങ്ങനെ ജോയ് പീറ്ററിന് നേരെയും ഫ്രാങ്ക് ജോയ്ക്ക് നേരെയും തോക്ക് ചൂണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ ആ നിമിഷം അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അബിഗേലിന്റെ മുഖഭാവം മാറാൻ തുടങ്ങി. അവൾ കൈപ്പത്തി വളരെ കൂളായി ചുരുക്കി കയ്യിലുണ്ടായിരുന്ന വിലങ്ങൂരുമ്പോൾ സാമി മാത്രമാണ് ആ കാഴ്ച കണ്ടത്. ശേഷം ആ ബെഡിൽ നിന്ന് എഴുന്നേക്കുന്ന അബിഗേൽ എന്തിനോ വേണ്ടി തയ്യാറെടുക്കുന്നത് കണ്ട് സാമി ഒച്ച വെക്കുമ്പോൾ അവരെല്ലാം അവളെ ചീത്ത വിളിച്ച് തിരിഞ്ഞു നോക്കുന്നു. പെട്ടെന്ന് ബാലറ്റ് ഡാൻസ് കളിക്കാൻ ഒരുങ്ങുന്ന പോലെ നിൽക്കുന്ന അബിഗേൽ വളരെ പൈശാചികമായ രൂപത്തിലേക്ക് മാറുമ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ട്രാൻസിഷൻ ആയിരുന്നു അത്. അവൾ വെറി പിടിച്ചൊരു മൃഗത്തെ പോലെ പീറ്ററിന്റെ ദേഹത്തേക്ക് ചാടിക്കയറി കഴുത്തിൽ കടിക്കാൻ തുടങ്ങുമ്പോൾ എന്തോ ഭാഗ്യത്തിന് ഫ്രാങ്ക് അബിഗേലിനെ നെറ്റിയിൽ ഷൂട്ട് ചെയ്യുന്നു. ശരിക്കും ഒരു മൃഗത്തിന്റേതുപോലുള്ള രക്തവും മുഖവുമായിരുന്നു ആ സമയത്ത് അവൾക്ക്. ഇതെല്ലാം കണ്ട് ജോയ് ഞെട്ടി നിൽക്കുമ്പോൾ വെടിക്കൊണ്ട് അബിഗേൽ വീണിടത്ത് നിന്ന് എഴുന്നേറ്റിരുന്ന നെറ്റിയിലുണ്ടായിരുന്ന ബ്ലഡ് എല്ലാം കൂളായി തുടച്ചു മാറ്റുന്നു. ഷൂട്ട് ചെയ്ത പാട് പോലും അവിടെ അവശേഷിച്ചിരുന്നില്ല. അപ്പോഴേക്കും സാമിയും പീറ്ററും കണ്ടം വഴി ഓടി. ബാക്കിയുണ്ടായിരുന്ന രണ്ടുപേർക്കും നേരെ അബിഗേൽ വരുമ്പോൾ ജോയ് പിന്നെ ഒന്നും നോക്കിയില്ല. ആ കൊടും പിശാചിനെ നേരെ തുരുതുരാ വെടിവെക്കാൻ തുടങ്ങി. എന്നിട്ട് ആ വാതിലും ലോക്ക് ചെയ്ത് ഒരൊറ്റ ഓട്ടമായിരുന്നു. അങ്ങനെ ഒരുമിച്ച് എല്ലാവരും താഴെ എത്തുമ്പോൾ അവരെല്ലാം പാനിക്കായി നിൽക്കുകയാണ്. ഒരു സാധാരണ പെൺകുട്ടി അല്ലല്ലോ കൂടെയുള്ളത്, മറിച്ചൊരു വാമ്പയർ ആയിരുന്നു അബിഗേൽ എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതും ഒരു ബെല്ലറീന വാമ്പയർ. ഇതൊക്കെ കണ്ടിട്ട് ആർക്കും തന്നെ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആരും ഇതുവരെ ഒരു വാമ്പയറിനെ നേരിട്ട് കണ്ടിട്ടില്ല, അതും ഈ ഒരു ഹൈടെക് യുഗത്തിൽ ഒരു വാമ്പയറോ. അപ്പോഴും നമ്മുടെ മണ്ടൻ പീറ്റർ പറയുന്നത് ഭാഗ്യത്തിന് ഇതൊന്നും വാൾഡസ് കാരണമല്ലല്ലോ എന്നാണ്. അവനിവിടെ ഇല്ലല്ലോ എന്നുമാണ്. ആ പൊട്ടനിപ്പോഴും മനസ്സിലായിട്ടില്ല ഇവിടെയുള്ള ബെല്ലറീന വാമ്പയർ അബിഗേൽ തന്നെയാണ് വാൾഡസ് എന്ന കാര്യം. അത് ഫ്രാങ്ക് അവനോട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ഇവരുടെയെല്ലാം അവസ്ഥ എന്താണെന്ന് പോലും ചിന്തിക്കാൻ വയ്യ. അതുകൊണ്ട് അവർ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയാണ്. എന്നാൽ ഡോറെല്ലാം ലോക്ക്ഡ് ആണ്, അതും മാഗ്നറ്റിക്കലി സീൽഡ്
സീൽഡ് ആയിട്ടുള്ള ലോക്കുകൾ. 2 ഇഞ്ച് കനത്തിലാണ് ഷട്ടറുകൾ ഉള്ളത്. ഇനി എങ്ങാനും ഈ ലോക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഫ്രാങ്ക് സാമിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഇവിടെ ഇപ്പോൾ പോസിബിൾ അല്ല, കാരണം അതിന് കുറെ എക്യുപ്മെന്റ്സ് എല്ലാം ആവശ്യമാണ്. അപ്പോൾ അടുത്തതായി ചിന്തിക്കേണ്ടത് അബിഗേലിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ്. അതിനുവേണ്ടി അവരെല്ലാം വാമ്പയറിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ പീറ്റർ മച്ചാൻ പറയുന്നത് വാമ്പയർ റിയൽ ആയിട്ടില്ല എന്നാണ്. വെറുതെ അല്ല ഇവൻ മണ്ടനാണെന്ന് പറയുന്നത്. ഇപ്പോൾ അവരുടെ കൺമുന്നിലുള്ളത് പിന്നെ എന്താ അല്ലേ? എനിവേ വാമ്പയറുകൾ പലതരത്തിലുണ്ട്. അവർ രക്തം ഊറ്റിക്കുടിക്കുമെന്ന് ധാരാളം കേട്ടിട്ടുമുണ്ട്. വിചാരിച്ചാൽ മനുഷ്യനെ വാമ്പയറാക്കി മാറ്റാനും സാധിക്കും. അവർക്ക് വവ്വാലൊക്കെയായി മാറാൻ പറ്റും. മാത്രമല്ല അവർക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാം. അതിലൂടെ എന്ത് വേണമെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അവർക്ക് പ്രതിബിംബം ഉണ്ടാകില്ല. ഇതൊക്കെ കേട്ടിട്ട് പീറ്റർ മച്ചനെ തല പെരുക്കുകയാണ്. ഇനി ഈ വാമ്പയറിനെ എങ്ങനെ കൊല്ലാമെന്ന് ആലോചിക്കുമ്പോൾ ഈ നൂറ്റാണ്ടിലാണെങ്കിലും പഴയ രീതികൾ തന്നെയാകുമല്ലോ ആദ്യം മനസ്സിലേക്ക് വരുന്നത്. കാരണം ഈ 2024 ഇതൊക്കെ ആരേലും കേട്ടാൽ തള്ളാണെന്നല്ലേ പറയൂ. സോ അവർ പറയുന്ന മാർഗങ്ങൾ വെളുത്തുള്ളി ഉപയോഗിച്ച് കൊല്ലാമെന്നും മരക്കഷം നെഞ്ചിൽ തറക്കണമെന്നും ഒക്കെയാണ്. പോരാത്തതിന് കുരിശ് കാണിച്ചാൽ പോരെയെന്നും ഹോളി വാട്ടർ തെളിച്ചാൽ മതിയോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ ശരിക്കും അതിനെ ഇല്ലാതാക്കാൻ സൂര്യവെളിച്ചം കാണിച്ചാൽ മതി. ഇത് കേൾക്കുന്ന ഫ്രാങ്ക് വാച്ച് എടുത്ത് നോക്കുമ്പോൾ സമയം 3:30 ആയിട്ടുള്ളൂ. ഈ ലെക്ചറെല്ലാം കേട്ട് പീറ്റർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോൾ ഫ്രാങ്ക് അവന്റെ കൊങ്ങക്ക് പിടിച്ച് നല്ല ചൂടാകുന്നു. ഒന്നുകിൽ ഒരുമിച്ചെന്ന് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ചാവാൻ തയ്യാറായി വടി പോലെ ഇവിടെ നിന്നോ എന്ന് പറയുമ്പോൾ പീറ്റർ നല്ല കുട്ടിയെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഒപ്പം ഇനിമേലിൽ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ട എന്ന് ഫ്രാങ്കിനെ ഒരു വാണിംഗും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗെയിം റൂമിൽ നിന്ന് പൂൾ സ്റ്റിക്ക് എടുത്ത് മൂർച്ച കൂട്ടി കൊണ്ടുവരാൻ പീറ്ററിനെയും അടുക്കളയിൽ നിന്ന് വെളുത്തുള്ളി എടുക്കാൻ പറഞ്ഞ് സാമിയെയും ഫ്രാങ്ക് അയക്കുന്നു. എന്നാൽ ഫ്രാങ്ക് വിചാരിക്കുന്ന പോലെ അബിഗേലിനെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാണ് ജോയ് പറയുന്നത്. ഇതെല്ലാം മണ്ടത്തരമാണെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഒരു വാഗ്വാദം നടക്കുമ്പോഴാണ് വെളുത്തുള്ളിക്ക് പകരം സവാളയും എടുത്ത് നമ്മുടെ ഹാക്കർ ക്വീൻ സാമി അങ്ങോട്ടേക്ക് വരുന്നത്. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബിസി ഷെഡ്യൂളിനിടയിൽ കുട്ടിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. ഒപ്പം സവാള ഏതാ ഉള്ളി ഏതാണെന്നും കണ്ടാൽ പോലും തിരിച്ചറിയില്ല. എന്തായാലും ഉള്ളതും കൊണ്ട് വാമ്പയറിനെ കൊല്ലാൻ അവർ തയ്യാറെടുക്കുമ്പോൾ ജോയ് അവിടെ കൂടെ പോകുന്നില്ല. നമ്മുടെ പീറ്റർ മച്ചൻ കഴുത്തിലുള്ള കുരിശു മുറുകി പിടിച്ചാണ് ചെല്ലുന്നത്. അങ്ങനെ വളരെ സീരിയസ് ആയി ആയുധങ്ങളും കയ്യിൽ കരുതി അബിഗേൽ ഉണ്ടായിരുന്ന മുറിയും തുറന്ന് മാസ് എൻട്രി നടത്തുമ്പോൾ ആ മുറിയിൽ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു മ്യൂസിക് കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം കേൾക്കുന്ന മുറി ലക്ഷ്യം വെച്ച് പോകുന്ന ഫ്രാങ്കും കൂട്ടരും കാണുന്നത് ബാലറ്റ് ഡാൻസ് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് തലയില്ലാത്ത ഡീനിന്റെ ശരീരവും കയ്യിൽ പിടിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി വാമ്പയർ അബിഗേലിനെയാണ്. ആദ്യം ഒരു പാവംകുട്ടിയെ പോലെ അഭിനയിച്ച് നമുക്ക് സംസാരിച്ച് തീർക്കാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഒരു വടിയും എടുത്ത് സാമി അബിഗേലിന് നേരെ വരുമ്പോൾ അവൾ വാമ്പയറിന്റെ തനി സ്വഭാവം പുറത്തെടുക്കുന്നു. സാമിയുടെ ദേഹത്തേക്ക് ചാടി വീണ് അവളെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന അബിഗേലിന് നേരെ സാമി വെളുത്തുള്ളി കാണിക്കുമ്പോൾ നമ്മുടെ വാമ്പയർ വളരെ കൂളായി ആ വെളുത്തുള്ളി മണക്കുകയും ശേഷം സാമിയുടെ നെഞ്ചത്ത് ഒരു ചെണ്ടമേളം തന്നെ നടത്തുകയുമാണ്. അത് തടുക്കാനായി വരുന്ന ഫ്രാങ്കിനെ അവൾ അടിച്ചിടുമ്പോൾ എന്തിനും തയ്യാറായി പീറ്ററും അവളുടെ അടുത്തേക്ക് പോയി സാമിയുടെ അടുത്ത് നിന്ന് അബിഗേലിനെ പിടിച്ചു മാറ്റുന്നു. അപ്പോൾ പീറ്ററിന്റെ ദേഹത്തേക്ക് മാറുന്ന അബിഗേലിനെ അവൾ കഴുത്തിലുണ്ടായിരുന്ന മാലയിലെ കുരിശെടുത്ത് അവന്റെ നെഞ്ചിലെല്ലാം കുത്തി കുത്തി മുറിവേൽപ്പിക്കുകയാണ്. അവന്റെ ശരീരത്തിൽ നിന്നും തെറിക്കുന്ന രക്തമെല്ലാം ഒരു പിശാചിനെ പോലെ അവൾ ആസ്വദിച്ച് മുഖത്ത് തേക്കുന്നു. നമ്മൾ പണ്ട് മുതൽ കേട്ട പോലെ ഇവറ്റകളുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടൊന്നും പറ്റില്ല എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് അബിഗേലിനെ ആക്രമിക്കാനായി മൂർച്ച കൂട്ടിയ സ്റ്റിക്ക് എടുത്ത് ഫ്രാങ്ക് വരുമ്പോൾ അവൾ നിഷ്പ്രയാസം ആ ആയുധം ഫ്രാങ്കിന്റെ തന്നെ കാലിൽ കുത്തിയിറക്കുന്നു. ഈ വേദനയെല്ലാം കാരണം അവർ നിലവിളിക്കുമ്പോൾ അബിഗേലിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു ചിരി കാണാം. എന്റെ മോനെ. അവളുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടി 3 പേരും തിരിച്ച് ജോയിയുടെ അടുത്തെത്തുമ്പോൾ ഫ്രാങ്കിന് ഇപ്പോൾ നടന്നതിലും നാണക്കേട് ജോയിയെ ഫേസ് ചെയ്യാനാണ്. അതായത് അപ്പോഴേ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ജോയ് വന്നാലോ എന്നാണ് അയാളുടെ വിഷമം. ജോയ് ആണെങ്കിൽ ഫ്രാങ്കിന്റെ കാലിൽ അബിഗേൽ കയറ്റിയ സ്റ്റിക്ക് വലിച്ചൂരി അതിൽ മരുന്ന് വെച്ചു കൊടുക്കുന്നു. ആക്ച്വലി അവർ അബിഗേലിന്റെ അടുത്തേക്ക് പോയപ്പോഴേ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ജോയ് മരുന്നെല്ലാം ബാഗിൽ നിന്ന് എടുത്ത് റെഡിയായി നിൽക്കുകയായിരുന്നു. എന്നാലും അബിഗേൽ എന്താണ് ഇവരെ കൊല്ലാത്തത് എന്ന സംശയം ജോയ്ക്കുണ്ട്. ആക്ച്വലി ആ കുട്ടിപ്പിശാചി ഇവരെ വേദനിപ്പിച്ച് കളിക്കുകയാണെന്ന് ഫ്രാങ്കിന് മനസ്സിലായി. എന്തായാലും കൊണ്ടുപോയ ആയുധങ്ങളൊന്നും ഏറ്റില്ല എന്ന് ജോയ് ചോദിക്കുമ്പോൾ നടന്നതെല്ലാം അവൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അവരുടെ കയ്യിൽ അബിഗേലിനെതിരെ പ്രയോഗിച്ചാൽ ഏൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു ആയുധം ബാക്കിയുണ്ട്. അത് അവളെ കിഡ്നാപ്പ് ചെയ്ത ടൈമിൽ ഇൻജെക്ട് ചെയ്ത മരുന്നാണ്. ഇനി ആദ്യം ബോധം പോയതുപോലെ അവൾ അഭിനയിച്ചതാണെങ്കിലോ എന്ന് ഫ്രാങ്ക് ചോദിക്കുമ്പോൾ അല്ല എന്ന് ജോയ് തറപ്പിച്ചു പറയുന്നു. കാരണം അന്നേരം ജോയ് അബിഗേലിന്റെ പൾസ് നോക്കിയിരുന്നു. ശ്വാസം പതിയെ ഒരേ അളവിലായിരുന്നു. സോ എന്തായാലും അവളെ കുറച്ചു നേരത്തേക്കെങ്കിലും ബോധം കെടുത്താൻ ഇത് പ്രയോഗിച്ചാൽ സാധിക്കുമെന്ന് അവൾ പറയുന്നു. അതിനുവേണ്ടി അവർ സ്പ്ലിറ്റായി ഓരോ ഭാഗത്തേക്ക് പോകുന്നു. ആദ്യം ആരാണോ അബിഗേലിനെ കാണുന്നത് അവർ ജോയിയെ അറിയിച്ചാൽ അവൾ സിറിഞ്ചുമായി അങ്ങോട്ടേക്കെത്തും. അതാണ് പ്ലാൻ. ഈ കിഡ്നാപ്പിംഗ് മിഷന് വേണ്ടി നേരത്തെ ഉപയോഗിച്ച മൈക്രോഫോൺ വെച്ച് അവരെല്ലാം പരസ്പരം കണക്റ്റഡ് ആയി. ആദ്യം ജോയ് പോകുന്നത് അബിഗേൽ കുറച്ച് മുൻപുണ്ടായിരുന്ന മുറിയിലേക്കാണ്. അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ഓരോ ദിശയിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ പീറ്റർ മച്ചൻ കോളിൽ കണക്റ്റഡ് ആണെന്നത് ഓർക്കാതെ വെള്ളമടിച്ച് അവരെ ഓരോന്നും പറയുന്നുണ്ട്. അതിന് ഫ്രാങ്കിന്റെ വായിലുള്ളത് കേൾക്കുമ്പോൾ പീറ്ററിന് കുറച്ച് സമാധാനവും കിട്ടുന്നു. പിന്നെ ഫ്രാങ്ക് ആണെങ്കിൽ ഒരു എലിയെ കണ്ടിട്ട് ഇനി ആ
എലി എങ്ങാനും അബിഗേൽ രൂപമാറി വന്നതാണോ എന്ന് സംശയിക്കുന്നു. അത് കേൾക്കുന്ന പീറ്റർ പറയുന്നത് അതുകൊണ്ടാവും ഇവർക്കെല്ലാം റാറ്റ് പാക്ക് ബാൻഡിലെ പേരിട്ടത് എന്നാണ്. ആക്ച്വലി അവർക്ക് അതത്ര ഫണ്ണി ആയിട്ട് തോന്നിയില്ല. ഇതേ സമയം സാമി ഒരു മുറിയിലെത്തുമ്പോൾ ഒരു നീണ്ട പെട്ടി കാണുന്നു. അതിനുള്ളിൽ വാമ്പയർ ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ പേടിച്ചാണെങ്കിലും അവൾ അത് തുറന്നു നോക്കുന്നു. പക്ഷേ അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സാമിയുടെ കോൾ അപ്പോൾ ചെറുതായി ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. അതിനർത്ഥം അബിഗേൽ അടുത്തത് ആക്രമിക്കാൻ പോകുന്നത് സാമിയെ ആണോ എന്ന് പേടിച്ച് നമ്മളിരിക്കുമ്പോൾ സാമിയുടെ മുഖത്തേക്ക് ഒരു വലിയ വവ്വാൽ ശബ്ദമുണ്ടാക്കി വരുന്നു. അത് കണ്ട് പേടിച്ച് അവൾ പുറകിലേക്ക് നീങ്ങുമ്പോൾ ഒരു ചിലന്തി വലയിൽ കുടുങ്ങി പിറകിലെ ഒരു ചതുപ്പ് പോലത്തെ സ്ഥലത്തേക്ക് വീഴുന്നു. ശരിക്കും അതൊരു പൂളാണെങ്കിലും അതിൽ നിറയെ ശവങ്ങളായിരുന്നു. അത് കണ്ട് സാമി അലറിക്കരയുമ്പോൾ എല്ലാവരും അത് കേട്ട് അവളുടെ അടുത്തേക്ക് പോകാൻ നോക്കുന്നു. സാമിയുടെ ചുറ്റിനും അഴുകി അളിഞ്ഞ എണ്ണാൻ പറ്റാത്ത അത്രയും ശവങ്ങളായിരുന്നു. അവൾ അതിൽ നിന്നും കയറാൻ ശ്രമിക്കുമ്പോൾ പീറ്റർ മച്ചാനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ കയ്യിൽ ഒരു ചെറിയ ആര് കയറി എന്നും പറഞ്ഞ് അത് എടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം സാമിയുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ആ കൊച്ചു വാമ്പയർ പീറ്റർ മച്ചാന്റെ അടുത്തേക്ക് വരുന്നു. അത് കാണുന്ന പീറ്റർ അപ്പോൾ തന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു. എന്നിട്ടൊരു ഡോർ കാണുമ്പോൾ അത് ലോക്ക് ചെയ്ത ശേഷം വലിയ കാര്യത്തിൽ മച്ചാൻ വാമ്പയറിനെ പൂട്ടിയിട്ടേക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ അപ്പോൾ തന്നെ വളരെ നിസ്സാരമായി ആ ഡോർ പൊളിച്ചുകൊണ്ട് അബിഗേൽ അവന്റെ അടുത്തേക്ക് വരികയാണ്. പീറ്റർ പേടിച്ച് സ്പീഡിലോടുമ്പോൾ അബിഗേൽ അവിടെ ബാലറ്റ് ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ആയിട്ടാണ് അവനെ ഫോളോ ചെയ്യുന്നത്. പീറ്റർ കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഓടുമ്പോൾ വാമ്പയർ ഒരൊറ്റ ചടത്തിൽ താഴേക്ക് എത്തുന്നു. വീണ്ടും അവിടെ നിന്ന് പീറ്റർ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അബിഗേൽ അലറിക്കൊണ്ട് പുറകെ തന്നെയുണ്ട്. പക്ഷേ അൺഎക്സ്പെക്ടഡ്ലി പീറ്റർ ഓടി വന്ന ഒരു ഡോറിന്റെ അടുത്തെത്തുമ്പോൾ ആ ഡോർ അപ്പുറത്തെ സൈഡിൽ നിന്നും ഫ്രാങ്ക് ഓപ്പൺ ചെയ്യുന്നു. ആ ഫോഴ്സിൽ ഡോറിലിടിച്ച് പീറ്റർ താഴേക്ക് പുറമിടിച്ച് നിലംപതിച്ചു. ഉടനെ മുകളിൽ നിന്ന് ഫ്രാങ്ക് താഴേക്ക് നോക്കുമ്പോൾ അവിടെ ജോ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അബിഗേൽ തിരിഞ്ഞിരിക്കുന്നത് ഫ്രാങ്കിന്റെ നേർക്കാണ്. ജോയുടെ അടുത്തേക്ക് സാമി വരുമ്പോൾ ബ്യൂട്ടി ക്വീനെ കാണാൻ അലങ്കോലമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ചത്തില്ല എന്ന വിശ്വാസം അവൾക്കുണ്ട്. അബിഗേൽ ഇപ്പോൾ അവിടുത്തെ സ്റ്റെപ്പ് കൈവരിയിൽ കയറി ഡാൻസ് ഒക്കെ കളിച്ച് ഫ്രാങ്കിന്റെ നേർക്ക് വന്ന് അവനെ തള്ളി താഴേക്കിടുന്നു. എന്നിട്ട് പതിയെ നടന്ന് അവന്റെ അടുത്തെത്തി അവനെ മുഖത്തേക്ക് അടുപ്പിച്ച് പിടിച്ച് ചോദിക്കുന്നത് എന്റെ കണ്ണിന്റെ നിറം എന്താണ് ഫ്രാങ്ക് എന്നായിരുന്നു. അതൊരു ചെറിയ പേഴ്സണൽ സ്വീറ്റ് റിവെഞ്ച് ആയിരുന്നു. എന്നാൽ അപ്പോൾ ജോയ് സിറിഞ്ചുമെടുത്ത് അവളുടെ നേർക്ക് വരുമ്പോൾ അബിഗേൽ അത് തട്ടിത്തെറിപ്പിക്കുന്നു. അത് തെറിച്ച് ലോക്കഡായ ഗ്രില്ലിനപ്പുറത്തേക്കാണ് വീഴുന്നത്. അതെടുക്കാൻ ജോയ് ശ്രമിക്കുമ്പോൾ ഇവിടെ ഫ്രാങ്ക് ഇപ്പോൾ ശ്വാസം മുട്ടി മരിക്കുമെന്ന അവസ്ഥയിലായിരുന്നു. കുറെ നേരം ഫ്രാങ്ക് പറ്റുന്ന രീതിയിൽ സാമി എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒളിച്ചിരുന്ന സാമി വന്ന് അബിഗേലിനെ പിടിച്ചു മാറ്റുന്നു. പക്ഷെ ആ പിടിയിൽ നിന്ന് വിടാനായി വാമ്പയർ നമ്മുടെ സാമിയുടെ കയ്യിൽ കടിച്ച് മുറിവേൽപ്പിക്കുകയാണ്. പിടിവിടുന്നതും അബിഗേൽ ഫ്രാങ്കിന്റെ കാലിൽ പിടിച്ച് മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. അത് കണ്ട് എല്ലാവരും ഷോക്കാകുമ്പോൾ പീറ്റർ മച്ചാൻ അബിഗേലിന്റെ ദേഹത്തേക്ക് ചാടി വീണ് അവളെ അടക്കി കിടത്തുന്നു. അവൻ കുറെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും എങ്ങനെയോ ജോയ്ക്ക് സിറിഞ്ച് കിട്ടുകയും അത് അബിഗേലിന്റെ ദേഹത്ത് ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ബോധം മറയുന്നതിന് മുമ്പ് ആ വാമ്പയർ പറയുന്നത് ഒരാളെയും വെറുതെ വിടില്ല എന്നും എല്ലാവരുടെയും തല പറിച്ചെടുത്ത് ചോരയിൽ മുങ്ങി കുളിക്കുമെന്നുമാണ്. അങ്ങനെ ഒരു മഴ പെയ്തു തീർന്ന പോലെ അബിഗേലിന്റെ ബോധം മറയുന്നു. പക്ഷെ സാമി അവളുടെ മുറിഞ്ഞ കൈയിലേക്ക് നോക്കി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഒരു വാമ്പയർ കടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാതെ എല്ലാവരും ഭയക്കുന്നു. ഇനി സാമി എങ്ങാനും ഒരു വാമ്പയർ ആകുമോ? കുറച്ചു സമയത്തിന് ശേഷം അബിഗേലിന് ബോധം വരുമ്പോൾ അവളെ അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂടിനകത്തേക്ക് ലോക്ക് ചെയ്തിരുന്നു. ആദ്യമൊന്നും അറിയാതെ പാവം കുട്ടിയെ പോലെ പേടിയാവുന്നു എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞ് അഭിനയിക്കുന്നുണ്ട്. എന്നാൽ ഇനി ആക്ടിംഗ് വേണ്ട, വേറെ ലെവൽ ആക്ടിംഗ് ആയിരുന്നു എന്ന് ജോയ് പറയുമ്പോൾ താങ്ക്സ് പറയാനും അബിഗേൽ മടിക്കുന്നില്ല. മാത്രമല്ല കുറച്ച് നൂറ്റാണ്ടുകളെ പരിചയ സംബന്ധമുണ്ടെന്നും അവൾ കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷം അവർ അവിടെ നിന്നും പുറത്തു കടക്കാനുള്ള വഴി ചോദിക്കുമ്പോൾ അബിഗേൽ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഞാനിനി ഒരു വാമ്പയറായി മാറുമോ എന്ന് സാമി ചോദിക്കുമ്പോൾ നിസ്സാരമായി ചിലപ്പോൾ ആകും എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ടതും സാമിയുടെ ഉള്ള സമാധാനവും പോയി. ഇതിനിടയിൽ ഈ വാമ്പയർ കുറെ നൂറ്റാണ്ടുകളായി കുട്ടിയായിരിക്കുന്നത് കൊണ്ട് ഇവളെ കുട്ടിയെന്ന് വിളിക്കണോ ലേഡി എന്ന് വിളിക്കണോ എന്നും ഫ്രാങ്കിന് ഡൗട്ട് ആവുന്നുണ്ട്. എന്ത് തന്നെയായാലും നടന്നതിനെല്ലാം അവൻ അവളോട് സോറി പറയുമ്പോൾ അബിഗേലിലെ ചില കുഴക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഫ്രാങ്ക് കഷ്ടപ്പെടുന്നുണ്ട്. ശേഷം ശരിക്കുമുള്ള എല്ലാ സത്യങ്ങളും അബിഗേൽ വെളിപ്പെടുത്തുകയാണ്. അതൊന്നും ആദ്യം വിശ്വസിക്കാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിലും അവൾ എല്ലാം തെളിവ് സഹിതം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് ഇവരെല്ലാം ഇവിടെ എത്തിച്ചത് അബിഗേൽ തന്നെയാണ്. ഈ കിഡ്നാപ്പിങ്ങും പണം കിട്ടുമെന്ന ഈ കള്ളക്കഥയും എല്ലാം അബിഗേലിന്റെ പ്ലാൻ ആയിരുന്നു. ആക്ച്വലി ഇവരെ ഇതിൽ പെടുത്തിയ ലാംബർട്ട് അബിഗേലിന്റെ ജോലിക്കാരനാണ്. മാത്രമല്ല ഇവരുടെ എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും അടക്കം സകലതും അവൾക്കറിയാം. സാമിയുടെ ശരിക്കുമുള്ള പേര് ജെസി എന്നാണ്. ജെസിക്ക ഹർണി സമ്പന്നരായ മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ നിന്നും പണം മോഷ്ടിച്ചു തുടങ്ങിയ കരിയർ ശേഷം എല്ലാം ഹെഡ്ജ് ഫണ്ടുകളിലായി, പിന്നെ നികുതി വെട്ടിപ്പ് നടത്തുന്ന വിദേശ ബാങ്ക് അക്കൗണ്ടുകളായി പതിയെ വലിയ മീനുകളിലേക്കും എത്തി. അതിലൊന്ന് അബിഗേലിന്റെ അച്ഛൻ്റെതുമായിരുന്നു. ഇത് കേട്ടതും എടുത്ത പൈസ എല്ലാം തിരികെ തരാമെന്ന് അബിഗേലോട് പറയുന്നുണ്ടെങ്കിലും കുട്ടി വാമ്പയർ അടുത്തതായി പീറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ യഥാർത്ഥ പേര് ടെറൻസ് ലക്രോയിക്സ്.
മോൺട്രിയൽ ബ്രൂസാർഡ് ഫാമിലിയുടെ വാടക ഗുണ്ട. ഇപ്പോൾ ഈ ഒരു കിഡ്നാപ്പിംഗിൽ ജോയിൻ ചെയ്യാൻ കാരണം ആളുകളെ കൊല്ലുന്നത് മടുത്തിട്ടാണോ അതോ മന്നിപ്പിന്റെ പേരിലുള്ള സഹപ്രവർത്തകരുടെ കളിയാക്കൽ മടുത്തിട്ടാണോ എന്ന് അബിഗേൽ ചോദിക്കുമ്പോൾ അതുകൊണ്ടാണോ അബിഗേലിന്റെ അച്ഛനെ സാമ്രാജ്യത്തിലെ ഒരു ചെറിയ കണ്ണിയായ അവന്റെ ടീമിനെ പറ്റിച്ചതെന്നും അവൾ കൂട്ടിച്ചേർക്കുന്നു. ദുർബലനും മദ്യപാനിയുമായ നിന്റെയിൽ ആ മോഷ്ടിച്ച പണം എത്ര നാളത്തേക്ക് ഉണ്ടായിരുന്നു എന്നും അവൾ സഹതാപത്തോടെ ചോദിക്കുന്നുണ്ട്. അടുത്തത് മുൻ ഡിക്റ്റേറ്റീവ് ആദം ബാരറ്റ്, അതായത് ഫ്രാങ്ക് തന്നെ. അവനാണെങ്കിൽ അബിഗേലിന്റെ അച്ഛന്റെ ന്യൂയോർക്ക് ടീമിൽ പണ്ട് നുഴഞ്ഞു കയറിയ വിരുദ്ധനാണ്. അയാൾ ആ ജീവിതം ശരിക്കും ആസ്വദിച്ചിരുന്നു. മാത്രമല്ല നേരത്തെ വാൾഡസിനെ കുറിച്ച് പറഞ്ഞ കഥയിൽ അബിഗേലിന്റെ അച്ഛന്റെ ടീമിലെ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്ന ആ ഉദ്യോഗസ്ഥൻ ഈ ഫ്രാങ്ക് തന്നെയാണ്. അന്ന് ആ 3 പേരെയും വലിച്ചു കീറിക്കൊന്ന വാൾഡസ് അബിഗേൽ തന്നെയായിരുന്നു. അത് കേട്ട് ജോയ് അന്തം വിടുന്നുണ്ട്. എന്നാൽ ഫ്രാങ്ക് അന്ന് ആ ഇൻസിഡന്റിന് ശേഷം പേര് മാറ്റി അവിടെ നിന്ന് നാട് വിട്ടു. സ്വന്തം കുടുംബത്തെ കാണാൻ പോലും പിന്നെ ചെന്നില്ല. പക്ഷേ അത് ആ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ല എന്നും അബിഗേൽ പറയുന്നുണ്ട്. അവസാനം ജോയിയുടെ കഥ പറയുന്നു. അവളുടെ പേര് അനലൂസിയ ക്രൂസ് എന്നാണ്. മുൻ ആർമി മെഡിക്. സർക്കാർ മോർഫിൻ വിതരണം ദുരുപയോഗം ചെയ്തതിന് ആർമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നാൽ അന്ന് ജോയിക്ക് പരിക്കേറ്റിരുന്നു എന്നാണ് അവൾ വാദിക്കുന്നത്. പക്ഷേ ജോയിയുടെ കൊച്ചിനെ നോക്കാതെ അവസാനം അവന്റെ അച്ഛനെ ഏൽപ്പിച്ച് ഒരു ഉഡായ്പ് ഗ്യാങ്ങിന് വേണ്ടി ഡോക്ടർ പണി ചെയ്തു. ഇതെല്ലാം ഒരു ദേഷ്യത്തോടു കൂടിയാണ് അബിഗേൽ പറയുന്നത്. അങ്ങനെ ഒരിക്കൽ മരുന്നടിച്ച് കിളി പോയിരുന്ന സമയത്ത് ഒരാളുടെ ശരീരത്തിൽ നിന്ന് ബുള്ളറ്റ് നീക്കം ചെയ്യുന്നതിന് പകരം അയാളുടെ ദമ്മിനി മുറിച്ചു. അത് അബിഗേലിന്റെ അച്ഛന്റെ ബിസിനസ്സിലെ ഒരു പ്രധാനിയായിട്ടുള്ള ഒരാളായിരുന്നു. സോ ഇവരെല്ലാം തന്നെ ഓരോ തരത്തിൽ അബിഗേലിന്റെ അച്ഛന് നഷ്ടങ്ങൾ വരുത്തിയ ഓരോരുത്തരാണ്. എന്നാൽ അതിൽ ജോയും ഫ്രാങ്കും തമ്മിൽ ഒരു സാമ്യമുണ്ട്. അത് ഒരിക്കൽ പോലും അവർ സ്വന്തം മകന് വേണ്ടി തിരിച്ചു പോയില്ല എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന ജോയ് അബിഗേലിനെ തളർത്താൻ നോക്കുന്നുണ്ട്. അതിനവൾ ഉപയോഗിക്കുന്നത് ആദ്യം അബിഗേൽ അവളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. അതായത് അബിഗേലിന് അവളുടെ അച്ഛന്റെ കയ്യാളാകാനാണ് താല്പര്യം. പക്ഷെ അച്ഛനാണെങ്കിൽ അവളോട് ഇപ്പോൾ ഒരു താല്പര്യവുമില്ല. അവളുടെ അച്ഛന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് അയാൾക്ക് എഗെയിൻസ്റ്റായി നിന്നവരെയെല്ലാം ഇവർ കൊല്ലുന്നത്. നേരത്തെ നമ്മൾ പൂളിൽ കണ്ട ശവങ്ങളും അങ്ങനെയുള്ളതാണ്. പക്ഷേ ഇവൾക്ക് ഇതൊരു ഗെയിമാണ്, ഒരു നേരം പോക്ക് പോലെ. ഇരകളുടെ ഭയം കണ്ട് രസിക്കുന്ന വാമ്പയർ അവസാനമായിരിക്കും അവരുടെ ചോര ഊറ്റിക്കുടിക്കുന്നത്. നൂറ്റാണ്ടുകളായി അവൾ ചെയ്യുന്നതും അതുതന്നെയാണ്. എന്നാൽ ഇപ്പോൾ കൂട്ടിലകപ്പെട്ടിരിക്കുന്ന അവൾക്ക് രക്ഷപ്പെടാനായി അബിഗേൽ ഒരു ഡീൽ വെക്കുന്നു. അത് അവളെ തുറന്നു വിട്ടാൽ 2 പേരെ കൊല്ലാതെ വിടാം എന്നായിരുന്നു. അത് കേട്ട് അവർക്ക് ദേഷ്യം കയറുമ്പോൾ അബിഗേൽ ഓഫറിന് ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇനി ഒരാളെ വെറുതെ വിടൂ എന്ന് പറയുന്നു. അത് കേട്ട് ജീവനിൽ ഭയന്ന് പീറ്റർ അബിഗേലിനെ തുറന്നുവിടാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ അവന്റെ ജീവൻ രക്ഷിക്കാമെന്നോർത്ത് എല്ലാവർക്കും നേരെ പീറ്റർ തോക്ക് ചൂണ്ടുമ്പോൾ അത് മുതലെടുത്ത് അബിഗേൽ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ പീറ്റർ ആ ലോക്ക് തൊടാൻ പോകുമ്പോഴേക്കും ജോയ് അവന്റെ നേർക്ക് വെടിവെക്കുന്നു. കാര്യമുള്ള പരിക്കല്ലെങ്കിലും പീറ്റർ ഒന്ന് അടങ്ങുന്നുണ്ട്. മുറി വെച്ച് കെട്ടാനായി ജോയ് പീറ്ററിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയമുള്ള സാമിയും അവരുടെ കൂടെ പോകുന്നു. ഒടുവിൽ ഫ്രാങ്കും അബിഗേലും മാത്രമാകുമ്പോൾ അവൾ ഫ്രാങ്കിനെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ ഓഫറെല്ലാം കൊടുത്ത് അവനെ വശത്താക്കാൻ ശ്രമിക്കുമ്പോൾ ഫ്രാങ്കും അതേ നാണയത്തിൽ അവളോട് തിരിച്ചടിക്കുന്നു. ആദ്യം ഇവിടെ നിന്ന് പുറത്തു പോകാനുള്ള വഴി പറഞ്ഞാൽ തുറന്നു വിടാമെന്ന് ഫ്രാങ്ക് ഡീൽ വെക്കുമ്പോൾ ലൈബ്രറിയിൽ ഒരു സീക്രട്ട് ഡോറെന്നും വലതുവശത്തെ ചുവരിലെ ബുക്ക് ഷെൽഫിൽ ആൻഡ് ദേർ വെയർ നൺ എന്ന പുസ്തകം എടുത്താൽ കാണാമെന്നും അവൾ പറയുമ്പോൾ അത് കേട്ട് ഫ്രാങ്ക് ഡീൽ പോലെ അവളെ തുറന്നു വിടുന്നില്ല. തുറക്കുന്നത് പോലെ കാണിച്ച് അവളെ കളിയാക്കി വിടുന്നു. പെട്ടെന്ന് അബിഗേലിന്റെ ഭാവം മാറി. അവൾ ചിരിച്ചുകൊണ്ട് ആ ഗ്രിൽ നിഷ്പ്രയാസം തള്ളി തുറക്കുമ്പോൾ അതിന്റെ ഫോഴ്സിൽ ഫ്രാങ്ക് തെറിച്ച് താഴെ വീഴുന്നു. ഉടനെ അവനെ നേർക്ക് ആക്രമിക്കാനായി നീങ്ങുമ്പോൾ അവിടേക്ക് ആ ശബ്ദം കേട്ട് ജോയ് വരികയും അവിടെ ഉണ്ടായിരുന്ന ജനാലയ്ക്ക് പുറത്തെ പലക അടിച്ച് പൊളിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നേരം വെളുത്തത് കൊണ്ട് തന്നെ അതിലൂടെ പുറത്തു വരുന്ന സൂര്യപ്രകാശമേറ്റ് അബിഗേലിന്റെ ഒരു കൈ ചിതറിത്തെറിക്കുകയാണ്. അവൾ ആ വെളിച്ചത്തിൽ നിന്ന് നീങ്ങിയിരുന്ന് ഒച്ച വെക്കുമ്പോൾ പതിയെ ആ മുറിവ് ഹീലായി കൈ നേരെയാകാൻ തുടങ്ങുന്നതും നമുക്ക് കാണാം. തുടർന്ന് അവരെല്ലാം സൂര്യപ്രകാശം നിറയെ കെട്ടുന്ന ലൈബ്രറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് അബിഗേലിന് ഇവരെ തൊടാൻ പോലും സാധിക്കുകയില്ല. ഇപ്പോൾ ആ വെളിച്ചത്തിൽ കൈവച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സാമി ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ ശരീരം നോർമലാണെന്ന് മനസ്സിലാക്കുന്നു. അതവർക്ക് വലിയൊരു ആശ്വാസമാവുകയാണ്. എന്നാൽ ഫ്രാങ്ക് ആണെങ്കിൽ നേരത്തെ അബിഗേൽ പറഞ്ഞ ലൈബ്രറിയിലെ സീക്രട്ട് ഡോർ കണ്ടുപിടിക്കാൻ ബുക്ക് എടുക്കുമ്പോഴാണ് അവൾ അവനെ കളിപ്പിച്ചതാണെന്ന സത്യം അവന് മനസ്സിലാകുന്നത്. ഫ്രാങ്കിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ജോയ് പുറത്തു കിടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ കയ്യിൽ കിട്ടിയത് വെച്ച് അവിടെ കുത്തി പൊളിക്കുന്നു. പക്ഷേ ഒന്നും തന്നെ നടക്കുന്നില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന മിഠായും അപ്പോൾ തീർന്നിരുന്നു. അതുകൊണ്ട് സാമിയാണെങ്കിൽ ജോയിയുടെ അടുത്ത് വന്നിരുന്ന് മകനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ആക്ച്വലി ജോയെല്ലാം നിർത്തി മകന് വേണ്ടി തിരിച്ചു പോകാൻ പ്ലാൻ ഇട്ടതായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ ജോലി തിരഞ്ഞെടുത്തത്. ഇതിൽ നിന്ന് കിട്ടുന്ന പണം വെച്ച് തന്റെ കാര്യങ്ങൾ നോക്കി നന്നായി ജീവിക്കാൻ. പക്ഷേ അതിനെതിരെ ജോയിയെ ഇൻസൾട്ട് ചെയ്താണ് ഫ്രാങ്ക് സംസാരിക്കുന്നത്. അതൊന്നും സാമിക്ക് തീരെ ഇഷ്ടപ്പെടുന്നതേയില്ല. അവസാനം ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ സാമി തന്നെ മുന്നോട്ട് വരുന്നു. ഡോർ ഹാക്ക് ചെയ്യാനുള്ള പവർ സോഴ്സ് കണ്ടുപിടിക്കാനായി അവർ 2 ടീമായി തിരിയുന്നു. പക്ഷേ സാമിയുടെ കൂടെ പോകാൻ ഫ്രാങ്ക് തയ്യാറല്ല. ഇനിയെങ്ങാനും അവൾ വാമ്പയർ ആയാലോ എന്നാണ് അയാൾക്ക് പേടി. എന്നാൽ അവളുടെ റിഫ്ലക്ഷൻ അവിടെ ഉണ്ടായിരുന്ന ട്രെയിൽ കണ്ട പീറ്ററിന് സാമിയെ വിശ്വാസമാണെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് നീങ്ങുന്നു. 2 പേരും പേടിച്ചാണ് പോകുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സാമി. അതിനിടയിൽ കോളിലൂടെ ഫ്രാങ്ക് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഭയാനകരമായ ഒരു സ്ഥലത്തെത്തുമ്പോൾ സാമിയെ കംഫർട്ടബിൾ ആക്കിയാണ് പീറ്റർ മച്ചാൻ നിൽക്കുന്നത്. അവളോടെല്ലാം നല്ല രീതിയിൽ അവസാനിക്കുമെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നും ആത്മവിശ്വാസം പകരുന്നു. ശേഷം പീറ്റർ മുന്നോട്ട് പോകുമ്പോൾ അബിഗേൽ ഒരു മുറിയിൽ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് സാമിയുടെ മനസ്സ് നിയന്ത്രിക്കുന്നു. പെട്ടെന്ന് അവളുടെ കയ്യിൽ അബിഗേൽ കടിച്ച പാടെല്ലാം മാഞ്ഞു പോകുന്നു. ഇതൊന്നും അറിയാതെ മുന്നോട്ട് പോകുന്ന പീറ്റർ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ സാമി ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അബിഗേൽ ആ മുറിയിൽ നിന്ന് ചെയ്യുന്നത് പോലെ സാമി വേഗത്തിൽ പീറ്ററിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കൊരവൾ
കൈവള്ളി കടിച്ചു പറിച്ചെടുക്കുന്നു. അപ്പോൾ അവിടെ പീറ്ററിനോട് സംസാരിച്ചത് സാമി ആയിരുന്നില്ല, മറിച്ച് സാമിയുടെ രൂപത്തിനുള്ളിലെ അബിഗേൽ തന്നെയായിരുന്നു. ബാർബി ഡോളിന്റെ പോലെ ഉണ്ടായിരുന്ന അവളുടെ സുന്ദരമായ മുഖം ഇപ്പോൾ വളരെ പൈശാചികമായിട്ടുണ്ട്. എന്നിട്ട് അവൾ സാധാരണ പോലെ ഹെൽപ്പ് ചോദിച്ച് മറ്റുള്ളവരോട് കോളിൽ സംസാരിക്കുന്നു. ഇത് കേട്ട് ഓടി വന്ന ജോയും ഫ്രാങ്കും കൂട്ടിയിടിക്കുമ്പോൾ അവിടെ അബിഗേൽ കളിക്കുന്ന ബാലറ്റ് ഡാൻസ് അതുപോലെ തന്നെ സാമിയും കളിക്കുന്നു. എന്താണല്ലേ, കുട്ടിപ്പിശാച് നല്ല സന്തോഷത്തിലാണ്. പെട്ടെന്ന് സാമിയുടെ അടുത്തേക്ക് ജോയ് വരുമ്പോൾ ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ സാമി അഭിനയിക്കാൻ തുടങ്ങി. പക്ഷേ അവൾ തിരിയുമ്പോൾ അവളുടെ മുഖവും ഭാവവും മാറാൻ തുടങ്ങി. അത് കണ്ട് പേടിച്ചവർ രണ്ടുപേരും ഓടുമ്പോൾ പുറകിൽ സാമിയുമുണ്ട്. അങ്ങനെ സൂര്യവെളിച്ചമുള്ള ലൈബ്രറിയിൽ അവരെല്ലാം എത്തുമ്പോൾ സാമിയെ നിയന്ത്രിക്കുന്ന അബിഗേൽ അവരോട് സംസാരിക്കുന്നു. അവൾ പറയുന്നത് അവിടെ വെച്ചാണ് അബിഗേലിന്റെ അച്ഛൻ അവളെ ഒരു വാമ്പയർ ആക്കി മാറ്റിയത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ലൈബ്രറി ഇഷ്ടമല്ല. അതും പറഞ്ഞ് അവൾ അവരെ ആക്രമിക്കാനായി വരുമ്പോൾ ജോയ് അവിടെ ഉണ്ടായിരുന്ന ട്രേ പൊക്കി സൺലൈറ്റിന്റെ റിഫ്ലക്ഷൻ സാമിയുടെ നേർക്ക് വിടുന്നു. ഒരു പൊട്ടിത്തെറിയും കുറെ ചോരയുമാണ് ബാക്കിയായത്. സാമിയും തീർന്നു. ഒടുവിൽ ബാക്കിയായത് ജോയും ഫ്രാങ്കും മാത്രം. അപ്പോൾ അവിടെ ഒരു ഡോർ ഓപ്പൺ ആകുന്നു. അതിലൂടെ അവർ ചെന്നെത്തുന്നത് ലാംബർട്ടിന്റെ അടുത്താണ്. അയാൾ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് ആ മുറിയിലിരുന്ന് നിരീക്ഷിക്കുകയായിരുന്നു. ആക്ച്വലി ലാംബർട്ടും ഒരു വാമ്പയർ തന്നെയായിരുന്നു കേട്ടോ. 2 വർഷം മുമ്പ് അബിഗേലാണ് അയാൾ ഇവിടെ വെച്ച് വാമ്പയർ ആക്കിയത്. പിന്നീട് അവൾ ഇയാളെ ഭീഷണിപ്പെടുത്തി ഓരോന്ന് ചെയ്യിപ്പിച്ചു. ഇതുപോലെ കുറെ പേരെ ഇവിടെ എത്തിച്ച് അബിഗേലിന് കൊല്ലാൻ കൊടുത്തു. ഇപ്പോൾ അയാൾക്ക് എല്ലാം മതിയായി. ഇനി അബിഗേലിനെയും അവളുടെ അച്ഛനെയും കൊന്ന് എല്ലാം കൈക്കലാക്കാൻ ലാംബർട്ട് ഫ്രാങ്കിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ നിർത്തുന്നു. അതിനുവേണ്ടി ജോയിയെ അടിച്ചിട്ട ശേഷം ഫ്രാങ്കിന്റെ കഴുത്തിൽ കടിച്ച് കുറച്ച് ചോര കുടിക്കാനായി കൊടുക്കുകയാണ് ലാംബർട്ട്. അപ്പോൾ ഫ്രാങ്ക് ആണെങ്കിൽ ചോര ഇങ്ങനെ ഛർദ്ദിക്കുകയാണ്, ഒരുപാട് ചോര. അതിനുശേഷം അയാൾ എണീറ്റ് നിന്ന് ലാംബർട്ടിനെ തന്നെ കൊന്നുകളയുന്നു. ലാംബർട്ട് ഒരു വാമ്പയർ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെയാണ് അയാൾ ഇല്ലാതാവുന്നത്. ഒരു വാമ്പയർ ആയ ശേഷം ഫ്രാങ്ക് നല്ലൊരു കിക്കിൽ തന്നെയാണ്. അവൻ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ച് ജോയ് അവിടെ ഇരിക്കുമ്പോൾ അവിടേക്ക് അബിഗേൽ വരുന്നു. അവൾ നേരെ ഫ്രാങ്കിന്റെ ദേഹത്തേക്ക് ചാടിക്കയറുമ്പോൾ അവൻ അബിഗേലിന്റെ കഴുത്ത് കടിച്ചു പറിക്കുകയാണ്. ആ തക്കത്തിന് ജോയ് അവിടെ ഉണ്ടായിരുന്ന ഡോർ ലോക്ക് സിസ്റ്റത്തിന്റെ ബട്ടണിൽ പ്രസ് ചെയ്ത് പുറത്തെ ഡോർസ് എല്ലാം അൺലോക്ക് ചെയ്യുന്നു. ഒപ്പം അവിടെ നിന്ന് അവളുടെ ഫോണും എടുത്ത് ഒരു വഴിയിലൂടെ പോവുകയാണ്. പക്ഷേ അവിടെയുള്ള ഡോർ ലോക്ക് ആയതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും അബിഗേലിനെ അപായപ്പെടുത്തി ഫ്രാങ്ക് ജോയിയെ അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു. കിട്ടിയ സമയത്തിൽ ജോയ് അവളുടെ മകന് ഫോണിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ശരിക്കും ഒരമ്മ എന്ന രീതിയിൽ അവളുടെ മകനോട് അവൾക്ക് സ്നേഹമുണ്ട് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. എന്നാൽ അവളെ തേടിയെത്തുന്ന ഫ്രാങ്കും ജോയും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അയാൾ വളരെ നിസാരമായി ജോയിയെ വെച്ച് ആസ്വദിച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. അവളെ അവന്റെ കളിപ്പാവയാക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അത് പറഞ്ഞ് മുകളിൽ നിന്ന് ജോയി അവൻ താഴേക്ക് എറിയുമ്പോൾ കൃത്യസമയത്ത് അബിഗേൽ വന്ന് അവളെ രക്ഷിക്കുന്നു. അബിഗേലിന് ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഫ്രാങ്കിനെ കൊല്ലാൻ സാധിക്കില്ല. സോ അവർ രണ്ടുപേരും അതിനായി ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നു. മാത്രമല്ല കൂടെ നിന്നാൽ ജോയിയെ വെറുതെ വിടാമെന്നും മകനെ കാണാൻ സാധിക്കുമെന്നും അബിഗേൽ അവൾക്ക് വാക്ക് കൊടുക്കുന്നുമുണ്ട്. ശേഷം 2 വാമ്പയേഴ്സ് നേർക്ക് നേരെ മുട്ടുമ്പോൾ അബിഗേലിനെ അടിച്ചിടുന്ന ഫ്രാങ്ക് ഇടയിൽ വന്ന ജോയിയുടെ ഷോൾഡറിന് താഴെയായി ആയുധം കുത്തിയിറക്കുന്നു. എന്നിട്ട് അവിടെയുള്ള ഒരു തൂണിൽ അത് തറച്ചു വെക്കുന്നു. വീണ്ടും എഴുന്നേറ്റ് വരുന്ന അബിഗേലിനോട് ഫ്രാങ്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്നും ആയുധം പുറത്തെടുക്കാനായി ശ്രമിക്കുകയായിരുന്നു ജോയി. പക്ഷേ ആ നിമിഷം ഫ്രാങ്ക് വീണ്ടും അബിഗേലിനെ കടിച്ചു പറിക്കുകയാണ്. അപ്പോഴും ജോയിയുടെ നേരെ അവൾ കൊടുത്ത പ്രോമിസ് പാലിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ഒടുവിൽ ആ ആയുധത്തിൽ നിന്ന് ജോയിയെ വലിച്ചെടുക്കുന്ന ഫ്രാങ്ക് അവളെ കടിച്ച ശേഷം അവളോട് അബിഗേലിനെ കൊല്ലാൻ ആവശ്യപ്പെട്ട് ആയുധം കൊടുക്കുന്നു. അവൻ പറഞ്ഞ പോലെ ജോയ് ആ ആയുധം എടുത്ത് അബിഗേലിന് നേരെ വരുന്നുണ്ടെങ്കിലും അവൾ അത് ഉപയോഗിക്കുന്നത് ഫ്രാങ്കിന് നേരെ തന്നെയായിരുന്നു. പക്ഷേ ഫ്രാങ്ക് അവളെ തടുത്ത ശേഷം അവളെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ആ നിമിഷം അബിഗേൽ അവന്റെ ദേഹത്ത് കയറി ആക്രമിക്കാൻ തുടങ്ങുന്നു. ഒപ്പം ജോയും അവളുടെ ദേഹത്ത് കയറിയിരുന്ന ആ ആയുധം തൂണിൽ നിന്ന് ഊരി അവന്റെ വായിൽ വെക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കൂർത്ത മരക്കഷ്ണം എടുത്ത് അബിഗേൽ ഫ്രാങ്കിനെ നെഞ്ചത്ത് കുത്തിയിറക്കാൻ ശ്രമിക്കുന്നു. ഫ്രാങ്ക് അത് എതിർക്കാൻ ശ്രമിക്കുമ്പോൾ ജോയും അബിഗേലിനൊപ്പം കൂടുന്നുണ്ട്. മാത്രമല്ല അത് നെഞ്ചിൽ കുത്തിയിറക്കുന്നതിന് മുൻപ് ഇതുപോലെ ആളുകളെ നിയന്ത്രിക്കാനുള്ള കഴിവൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നും അബിഗേൽ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നിമിഷത്തെ പൊട്ടിത്തെറിയിൽ ഫ്രാങ്ക് എന്ന ചാപ്റ്ററും അവസാനിക്കുകയാണ്. അവന്റെ രക്തത്തിൽ കുളിച്ച് മുങ്ങി നിൽക്കുകയാണ് ജോയും അബിഗേലും. അബിഗേൽ അവളോട് താങ്ക്സ് പറയാനും മടിക്കുന്നില്ല. പക്ഷേ നേരത്തെ ഫ്രാങ്കിന്റെ കടികൊണ്ട് ജോയ്ക്ക് അവൾ ഇനി വാമ്പയർ ആകുമോ എന്ന പേടിയുണ്ട്. എന്നാൽ അവൻ മരിച്ചത് കൊണ്ട് ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് അബിഗേൽ പറയുന്നു. അവസാനം ജോയ് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവളുടെ മകനെ തിരികെ കിട്ടുമെന്ന് അബിഗേൽ വിഷ് ചെയ്യുന്നു. അപ്പോൾ അവൾ അവന്റെ യഥാർത്ഥ പേര് കാലേബ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അതറിയുന്ന അബിഗേൽ അവനെ ജസ്റ്റിൻ എന്നു തന്നെയാണ് പറയുന്നത്. മാത്രമല്ല എന്നും അവന്റെ കൂടെ ഉണ്ടാകണമെന്നും ഒരു മകന് നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതിയെന്നും അവൾ പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് അബിഗേലിന്റെ അച്ഛനായ ലസാർ വരുന്നത്. അയാളും 100 കണക്കിന് വർഷങ്ങളായി ജീവിക്കുന്ന ഒരു വാമ്പയർ ആണ്. അയാൾക്ക് മനുഷ്യരത്വം അടുത്ത് വരുമ്പോൾ ജോയിയെ കടിച്ച് രക്തം കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും അബിഗേൽ അവളെ രക്ഷിച്ചത് ജോയി ആണെന്നും അച്ഛന്റെ ആവശ്യം
ആവശ്യമുള്ളപ്പോൾ അബിഗേലിന് തുണയായത് ഇവൾ മാത്രമാണെന്നും പറയുമ്പോൾ അയാൾ അവളെ വെറുതെ വിടുന്നു. അങ്ങനെ എന്തൊക്കെയാണ് ഈ നൂറ്റാണ്ടിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഉള്ള ജീവനും കൊണ്ട് കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവസാന മിഠായും കഴിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ജോയിയെ കാണിച്ച് ഈ വാമ്പയർ ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ.